ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 41 പോയിന്റ് ഇടിഞ്ഞ് 25,377 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. പ്രധാനമായും IT സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. നിഫ്റ്റി IT 3.7% ഇടിയുകയും 42,000 എന്ന ലെവലിന് താഴെ 41,820 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. IT സെക്ടറിലെ 10 സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. എംഫസിസ് 5.6% ഇടിഞ്ഞു. LTTS, പെർസിസ്റ്റന്റ് സിസ്റ്റം, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, HCL ടെക്നോളജി, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 4% ഇടിഞ്ഞു. വിപ്രോ, ഇൻഫോസിസ്, കോഫോർജ്, LTI മൈൻട്രി തുടങ്ങിയ സ്റ്റോക്കുകൾ 1.8 മുതൽ 3.1% വരെ ഇടിഞ്ഞു. ആദ്യം തന്നെ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. IT സെക്ടറിലെ സ്റ്റോക്കുകൾ ജൂൺ മാസം മുതൽ ബുൾ റാലിയിലായിരുന്നു. പല സ്റ്റോക്കുകളും ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകി കഴിഞ്ഞു. ഈ അവസരത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ഏറ്റവും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റയർ IT ഇൻഡെക്സ് തന്നെ ഇടിഞ്ഞത്. ഇന്ന് US ഫെഡിൻ്റെ റേറ്റ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവരും. 25 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് റിഡക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും, 50 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് റിഡക്ഷനാണ് നടക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു റാലിയും വരാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് റേറ്റ് റിഡക്ഷന് മുൻപ് തന്നെ ഇൻവെസ്റ്റേഴ്സ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത്. മുൻനിര IT സ്റ്റോക്കുകളായ ഇൻഫോസിസ്, TCS, HCL ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇടിഞ്ഞത് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഇടിയുന്നതിന് പിന്നിലെ കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി IT സെക്ടറിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് LTI മൈൻട്രി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഇന്ന് സ്റ്റോക്ക് 1% ഇടിഞ്ഞ് 6,400 എന്ന പ്രധാന ഒരു ലെവൽ നഷ്ടപ്പെടുത്തി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 6,514, 52 വീക്കിലോ 4,513. പ്രമുഖ ബ്രോക്കേജ് ഹൗസായ സിറ്റി ഗ്രൂപ്പ് സ്റ്റോക്കിന് സെല്ലെന്ന റേറ്റിംഗും 5,635 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് LTI മൈൻട്രിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഇവിടെ എൻ്റയർ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. സിറ്റി ഗ്രൂപ്പ് സ്റ്റോക്കിന് സെല്ലെന്ന റേറ്റിംഗും 5,635 രൂപയുടെ ടാർഗറ്റ് നൽകി. ആദ്യം തന്നെ സിറ്റി ഗ്രൂപ്പ് ഡൗൺ സൈഡിലെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. ഒന്ന്, സീനിയർ ലെവൽ അട്രീഷൻ, അതായത് കമ്പനിയിൽ സീനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥരും എംപ്ലോയീസും ഈ കമ്പനി ഉപേക്ഷിച്ച് പോകുന്നത് തുടരുകയാണ്. ഡിമാൻഡ് ഔട്ട്ലുക്ക് വീക്കാണ്. അതോടൊപ്പം തന്നെ ടോട്ടൽ കോൺട്രാക്റ്റ് ട്രെൻഡും മോശമാണ്. ഇവിടെ കമ്പനിക്ക് ലഭിക്കുന്ന പല ഡീലുകളും കോസ്റ്റ് ടേക്കൗട്ട് ഡീലുകളാണ്. ഇതൊക്കെ കമ്പനിയിൽ മാർജിൻ പ്രഷറിന് കാരണമായേക്കും എന്നാണ് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ Q1 കാണാൻ സാധിച്ചതിന് സമാനമായ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും Q2 കാണാൻ സാധിക്കുക. Q1 LTI മൈൻട്രി എന്ന കമ്പനി മ്യൂട്ടഡ് ഗ്രോത്ത് ആയിരുന്നു കാഴ്ചവെച്ചത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 1.5% ഇടിഞ്ഞ് 1,134 കോടിയിലേക്കും കമ്പനിയുടെ റവന്യൂ 5% വർദ്ധിച്ച് 8,702 നിന്നും 9,143 ഉയർന്നത്. LTI മൈൻട്രി എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നവർക്ക്, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ IT സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കുന്നവർക്ക് LTI മൈൻട്രി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്റ്റോക്ക് 6,400 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞെങ്കിലും സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 6,000 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനും വന്നിട്ടുണ്ട്. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 6,450 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വരാനും സ്റ്റോക്ക് 7,000, 7,500 തുടങ്ങിയ ഓൾ ടൈം ഹൈ ലെവലുകളിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്